എനിക്ക് എന്റെ വീട്ടിൽ പോണം. നീ എന്തിനാ മോളെ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? നീ അങ്ങോട്ട് വരുമെന്ന് കരുതിയാ ഞാൻ ഇതൊക്കെ ചെയ്തത്. ഇങ്ങനെ എല്ലാരും കൂടി അവനെ ഒറ്റപ്പെടുത്തണ്ടേ? നമ്മളെല്ലാം അങ്ങോട്ട് പോകാൻ തന്നെയാ പോകുന്നത്. ഇനി ഒരിക്കലും പിരിയാത്ത രീതിയിൽ ജീവിക്കാൻ. എന്റെ ഭർത്താവിന്റെ ദുർവാശിയൊക്കെ ഞാനൊന്ന് മാറ്റിയെടുത്തോട്ടെ. എന്റെ കുഞ്ഞ് അവിടെ എങ്ങനെ ഒറ്റയ്ക്ക് കഴിയും? എങ്ങോട്ടാ കുഞ്ഞെ നിന്റെ ഈ പോക്ക്? ഈ നിമിഷം നിന്നോടൊപ്പം നിന്റെ നിഴലല്ലാതെ മറ്റെന്തുണ്ട്? മാസ്റ്ററെങ്കിലും എന്നെ കുറ്റപ്പെടുത്തരുത്. ഞാൻ ഇത്രയും കാലം എന്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടത് ഒരു നിമിഷമെങ്കിലും ഓർത്തിരുന്നെങ്കിൽ എന്റെ അമ്മയെങ്കിലും എന്നെ വിട്ടുപോയില്ലായിരുന്നു. അവിടെയാണ് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നത്. മറ്റാരും വേണമെങ്കിലും പോട്ടെ, നിന്നെ നൊന്തുപറ്റ നിന്റെ അമ്മ നിന്നെ ഒറ്റക്കാക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നിലെ കുറ്റം കാണൂ. ഫാക്ടറിയിലെ സമരം വളരെ വഷളായിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. സന്ധി സംഭാഷണത്തിന് അവർ തയ്യാറാണെന്നും എന്നോട് ഒന്ന് പറഞ്ഞു. ഞാനാണ് പറയുന്നത്, നീ പോണം, അത് പരിഹരിക്കണം. ഒറ്റമുണ്ട് തിരിച്ചു മറിച്ചു കൊടുത്ത് നീ സ്കൂളിൽ പോകുന്നത് കണ്ട് എന്റെ കണ്ണ് നനഞ്ഞിട്ടുണ്ട്. കഠിനാധ്വാനം കൊണ്ടുള്ള നിന്റെ ഉയർച്ച കണ്ട് എന്റെ കണ്ണ് കുളിർത്തിട്ടുമുണ്ട്. ഇനിയും എന്റെ കണ്ണ് നനയാൻ നീ ഇടയാക്കരുത്. എന്താടാ? ഇരിക്കാമോ മിസ്റ്റർ വിനയൻ? ഓഫീസും കുടുംബവും കൂട്ടിക്കുഴയ്ക്കുന്നത് എനിക്കും ഇഷ്ടമല്ല. സന്ധി സംഭാഷണത്തിന് യൂണിയന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. താങ്ക് യു. എന്തു തീരുമാനിച്ചു? 12 ഡിമാൻഡ്സ് ഉണ്ട്. അതിൽ 4 എണ്ണം ഒരു കാരണവശാലും അംഗീകരിക്കത്തില്ല എന്നറിഞ്ഞു. പക്ഷെ അത് അനുവദിച്ചു പറ്റും. ഇല്ലെങ്കിൽ സന്ധിയില്ലാത്ത സമരം. വാശി അമ്മയോടാകാം, ഭാര്യയോടാകാം, അനിയനോടാകാം, വേണ്ടിവന്ന സ്റ്റെനോയോടും ആകാം. പക്ഷെ തൊഴിലാളികൾ അവരെങ്കിലും മനസ്സിലാക്കണം, അല്ലെങ്കിൽ അവരെ മുട്ടുകുത്തിക്കും. എല്ലാവരുടെ കയ്യിലും ഓരോ കണക്ക് പുസ്തകം ഉണ്ടെന്ന് മനസ്സിലാക്കുക. എന്ത് പറയുന്നു? എന്ത് വേണമെങ്കിലും ആവാം. എന്റെ തലവനിക്ക് വരാതിരിക്കട്ടെ. എങ്കിലും ഇതിൽ ഒപ്പിടണം. ഇത് കാണിച്ചാൽ അവർ ശാന്തരായേക്കും. താങ്ക് യു. മിസ്റ്റർ ശാന്തൻ, ഞാൻ ഒപ്പിട്ടു എന്നുള്ളതുകൊണ്ട് നിയമപരമായി അതിന് യാതൊരു സാധ്യതയില്ല. ഈ കമ്പനിയുടെ ഏത് പോളിസി തീരുമാനത്തിനും ഇനി ഒരാളിൻ്റെ ഒപ്പുകൂടെ ആവശ്യമുണ്ട്. ദൈവം തമ്പുരാന്റെ ഒഴിച്ച് മറ്റാരുടെ ഒപ്പം ഞാൻ വാങ്ങിച്ചോളാം. ഒപ്പിടണം മിസ്റ്റർ ശാന്തൻ. നീ നടന്ന കാലം മുതൽ ഈ കമ്പനിയുടെ ആദായത്തിന്റെ പകുതി ഞാൻ നിന്റെ പേരിൽ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. കണക്കുകൾ വേണമെങ്കിൽ പരിശോധിക്കാം. എന്നും രാവിലെ ഞാൻ ഈ പെട്ടി കൊണ്ടിറങ്ങുന്നത് എന്റെ ഇഷ്ടങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിച്ച് ലോകം കീഴടക്കാനാണെന്ന് നിനക്ക് തോന്നിയേക്കാം. പക്ഷേ എന്റെ ഈ കൊച്ചുകുട്ടി ഞാൻ കൊണ്ടു നടന്നിരുന്നത് എന്റെ കൊച്ചു കുടുംബമായിരുന്നു. സ്വന്തം അനിയന്റെ മുന്നിൽ നിർബന്ധത്തിന് വഴങ്ങി ഒപ്പിടേണ്ട ഗതികേടുന്ന സ്ഥിതിക്ക് എനിക്കിനൊന്നും ആവശ്യമില്ല. ഈ കമ്പനിയെ സംബന്ധിച്ച് നിനക്ക് സ്വയം തീരുമാനിക്കാം. കണക്കുകൾ തീർക്കാം, അവകാശങ്ങൾ അംഗീകരിക്കാം, അങ്ങനെ എന്ത് ചെയ്യാം. ചേട്ടാ, ചേട്ടനോട് ക്ഷമിക്കണം. പിരിഞ്ഞു പോകുന്ന ഒരാളെന്ന രീതിക്ക് പറയുകയാണ്. നീ അമ്മയെ ഒരു കാരണവശാലും വേദനിപ്പിക്കരുത്. നമ്മുടെ അമ്മ ഒരുപാട് വട്ടം നടന്നിട്ടുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്,
നിനക്ക് കാണേണ്ടി വന്നിട്ടുമില്ല. പിന്നെ എൻ്റെ ഭാര്യ വാശിയൊക്കെ ഉണ്ടെങ്കിലും നിന്റെ ചേട്ടത്തിയും ഒരു പാവമാണ്. ഒരു സഹായത്തിന് നീ കൂടെ ഉണ്ടാവണം. ചേട്ടാ, ഞാൻ അറിയാതെ. നീ ഒന്നും പേടിക്കണ്ട. നിനക്ക് ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല. നാം തമ്മിൽ ഇനി കണ്ടില്ലെങ്കിലും നാളെ ചിറ്റപ്പാന്ന് വിളിച്ച് ശല്യപ്പെടുത്താനും അവകാശം ചോദിക്കാനും ദൈവം എനിക്ക് കുഞ്ഞുങ്ങളെ പോലും നിന്നിട്ടില്ലല്ലോ. ആശ നശിച്ചുകൊണ്ട് ഇത്രയും കാലം എന്നെ വിളിച്ചതിനും എൻ്റെ മനസ്സിനിണങ്ങുന്ന രീതിയിൽ എന്നോട് സംസാരിച്ചതിനും നന്ദി. ഇനി നിങ്ങൾ എന്നെ ഇവിടെ വിളിക്കരുത്. ഞാനിവിടെ ഉണ്ടാവില്ല. നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് മദ്രാസിലേക്ക്. അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും എൻ്റെ ഇഷ്ടം പോലെ. ഞാൻ നിങ്ങളോട് പറഞ്ഞ മുഴുവൻ കള്ളമാണ്. എന്നോടൊപ്പം എൻ്റെ ഭാര്യയൊന്നുമില്ല. എൻ്റെ അമ്മ പോയി, അമ്മാവും പോയി, ഞാൻ സ്നേഹിച്ചു വളർത്തിയിരുന്ന അനിയനും പോയി. ഇപ്പം എന്നോടൊപ്പം തുടലിട്ടൊരു പട്ടി മാത്രമേ ഉള്ളൂ. തൽക്കാലം പൂട്ടിയിടും. വേണ്ടി വന്നാൽ വിൽക്കും. ആവശ്യക്കാരുണ്ടെങ്കിൽ അറിയിച്ചാൽ കൊള്ളാം. നിങ്ങളത് പറയാൻ പാടില്ല. എൻ്റെ ഭാര്യ നല്ലവളാണ്. ഞാൻ എല്ലാവരെയും എൻ്റെ ഇഷ്ടത്തിലേക്ക് വലിച്ചഴയ്ക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ ഭാര്യ ശ്രമിച്ചത് എല്ലാവരുടെ ഇഷ്ടത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ്. ഹലോ, ശാന്ത, ഇനി എന്ത് ചെയ്യും മോനെ? അമ്മ വിഷമിക്കാതെ, ചേട്ടന് മുമ്പേ നമ്മൾ എത്തും. പണ്ടേ എനിക്ക് കുറുക്കുവഴിയെ പരിചയമുള്ളൂ എന്നാ ചേട്ടൻ പറയാറ്. ഒന്നും അറിയാത്ത, പാകത വന്നിട്ടില്ലാത്ത ശാന്തനെ എല്ലാം ഏൽപ്പിച്ചിട്ട് വയസ്സായ ഈ എന്നെയും നിനക്കായി കാത്തിരിക്കുന്ന നിന്റെ ഭാര്യയെ അനാഥരാക്കിയിട്ട് പോകാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു കുഞ്ഞേ? അമ്മേ, ഞാൻ നമ്മുടെ കുടുംബത്തിനോട് ഇത്രയും കാലം കഷ്ടപ്പെട്ടിട്ട്. വേണ്ട, മേലാൽ ഈ കണക്ക് പറയരുത്. നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മളല്ല പറയേണ്ടത്. ഓർമ്മയായ കാലം മുതൽ അമ്മ എത്ര തവണ എന്റെ ചെവി പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ 10 മാസം ചുവന്നാ പെറ്റതെന്ന്. അത് കണക്കല്ലേ അമ്മേ? ആ കണക്ക് കേട്ടിട്ട് ഞാനമ്മയെ കൂടുതൽ സ്നേഹിക്കാനല്ലേ ശ്രമിച്ചിട്ടുള്ളൂ. നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ അല്പം കണക്ക് പറഞ്ഞപ്പോ എന്താ അമ്മ എല്ലാരും കൂടെ ഞാൻ ഒറ്റപ്പെടുത്തി കളഞ്ഞത്? നീ വണ്ടിയിലോട്ട് കയറ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി മുതൽ നമ്മുടെ വീട്ടിൽ കണക്ക് പുസ്തകമൊന്നും വേണ്ട. എല്ലാ കാര്യങ്ങളും മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചങ്ങ് തീർക്കുക. എന്നിട്ട് സന്തോഷമായിട്ട് അങ്ങ് ജീവിക്കുക. അങ്ങനെയാണെങ്കിൽ ബീനയുടെ കാര്യം അമ്മ ഇപ്പൊ തന്നെ തുറന്നു പറയണം. ഞാനെന്തിനാ പറയുന്നേ? അത് അവൻ തന്നെ ചേട്ടനോട് അങ്ങ് പറയട്ടെ.
അമ്മ തന്നെ പറഞ്ഞാൽ മതി. ചേട്ടനൊരു വലിയ സ്ഥാനം കിട്ടാൻ പോകുന്നു. ദീനയ്ക്കാണ് അതിന്റെ ക്രെഡിറ്റ്. വന്നു പോവിടത്തുന്നു പുതുമ എന്റെ കണ്ണെഴുതുന്നു പുലരി വന്നു പോവിടത്തുന്നു. വീട് വാടകയ്ക്ക് കൊടുക്കും. വേണ്ടി വന്ന വിൽക്കും അല്ലേ? വാ, വീട്ടിലോട്ട് വാ. വിരൽ തൊടുന്ന കമ്പിയൊക്കെ വീണയാക്കി മാറ്റും എന്നിൽ വിസ്മയങ്ങൾ ചിറകടിക്കുന്നു.